സുഹൃത്തുക്കളെ, നമ്മളിന്നുള്ളത് നമ്മളെ കസ്റ്റമറിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ കസ്റ്റമറിന് ഇന്ന് ഇവിടെ വേണ്ടത് ഒരു വിയറ്റ്നാം സൂപ്പർ ഏളിയുടെ ഒരു പ്ലാവും അതുപോലെ തന്നെ നമ്മളെ നാംടോക്കുമായുടെ ഒരു പ്ലാന്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നാംടോക്കുമായുടെ പ്ലാന്റൊക്കെ കണ്ടോളൂ. നല്ല ഡ്രമ്മിൽ നമ്മൾ നല്ല സെറ്റ് ചെയ്തിട്ട് നല്ല ബുഷായിട്ടുള്ള തൈയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ബുഷായിട്ടുള്ള അടുത്ത കൊല്ലം നാംടോക്കുമായൊക്കെ നമുക്ക് 1.5 വർഷം കൊണ്ട് കായ്ക്കണ തൈയാണ്. അപ്പോൾ നമ്മളത് നല്ല ഡ്രമ്മിലാക്കി നല്ല ഉഷാറാക്കിയിട്ട് നല്ല വളം കാര്യങ്ങളൊക്കെ ചെയ്ത് മണ്ണിലാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ബുഷായിട്ടുള്ള നല്ല തൈയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിതാ പിന്നെ വിയറ്റ്നാം സൂപ്പർ ഏളിയുടെ ഒരു പ്ലാവുമാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് അത് രണ്ടുമാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവർക്കിവിടെ ഒരുപാട് അവർ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാന്തോൾ എന്ന് പറഞ്ഞിട്ടുള്ള പഴമാണ് ഇതിൽ നല്ല രീതിയിൽ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ലോകൻ്റെ ബഡല്ല സാധാ തൈയാണ് കേട്ടോ. അതും തന്നെ ഏകദേശം ഒരു 3 വർഷമായിട്ടാണ് അവരത് ഇവിടെ കൊടുന്ന് വെച്ചിട്ട്. അതുപോലെ തന്നെ അവിടെ കാലാപ്പാടിയുണ്ട്. അപ്പോൾ ഇവരൊരു ഫ്രൂട്ട്സിനെ അതുപോലെ തന്നെ പിന്നെ മുറ്റൊക്കെ ഉണ്ടായിട്ടും ചെടികളൊക്കെ കുറേ ഒഴിവാക്കിയിട്ട് അവർ ഫ്രൂട്ട്സാണ് ഇവിടെ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പിന്നെ വീട്ടുകളിലൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ കുറഞ്ഞ സ്പേസ് ആണെങ്കിലും അവിടെ നമുക്ക് എന്തെങ്കിലും ഫലവൃക്ഷങ്ങൾ അങ്ങനത്തെ തൈകളൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വെക്കുന്നത്. അപ്പോൾ ഇവർ നമ്മളിപ്പോൾ അകലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു മരം തമ്മിൽ ഏകദേശം നമുക്കൊരു ജസ്റ്റ് ഒരു 5 മീറ്ററെങ്കിലും അകലം കൊടുക്കണം. അല്ലാതെ നിങ്ങൾ പിന്നെ 1 മീറ്റർ 2 മീറ്റർ അകലത്തിൽ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് പ്ലാന്റ് വെക്കാനുള്ള സ്ഥലത്ത് ചെറിയൊരു കുഴി എടുക്കണം എന്നുണ്ട്. അപ്പോൾ നല്ല സീറ്റിംഗ് ആയി ഇരുന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമുക്ക് ചെയ്യുന്നത്. ഒന്നും കേട്ടോ, അത് ജസ്റ്റ് നമ്മൾ ആ ഡ്രം ഇതിലൊന്ന് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കോഴിക്കോട് പിന്നെ അതുപോലെ മലപ്പുറം പിന്നെ ഈ ഏരിയകളിലൊക്കെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഡ്രമ്മിൽ നമ്മൾ ഇതുപോലെ മാവുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള നല്ല തൈകളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ബുഷായിട്ടുള്ള നല്ല വൃത്തിയിൽ നല്ല എല്ലാ കാര്യങ്ങളും വളങ്ങളും കാര്യങ്ങളൊക്കെ 1 വർഷത്തിനുള്ള വളം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്കിവിടെ ഇറക്കിയിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കാണാം. മാവ് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെയാണ് ഒന്ന് വെച്ചിട്ടുള്ളത്. അത് ഈ മതിലിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഈ മതിൽ പൊട്ടണ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വലിയ പ്ലാന്റ് ആകുമ്പോഴേ മതിൽ പിള്ളണ പ്രശ്നം വരുന്നുണ്ട് വേര് വരുമ്പോൾ. ഇത് സാന്തോളിൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന്. പിന്നെ ഒരു പ്ലാവ് ഇതവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പ്ലാന്റാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അതുപോലെ നല്ല വൃത്തിയായിട്ട് നല്ല വളം ചെയ്തിട്ടാട്ടോ കൊടുത്തിട്ടുള്ളത്.